ഇന്ന് കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങ ചിരകിയത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് ഓരോ പീസായിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. മിനീസ് അടുക്കളയിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ തേങ്ങ ചിരകി വെച്ചു. സ്റ്റീൽ മൂടി എടുത്ത് സ്റ്റീൽ മൂടി ഇവിടെയാണ് തേങ്ങ ഒട്ടിച്ച് വയ്ക്കുന്നത്. സ്റ്റീൽ മൂടിയാകുമ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് അളർന്ന് കിട്ടും. ഇത് തേങ്ങയാണ്. തേങ്ങ നമുക്ക് ഫ്രീസറിൽ ഓരോ പീസായിട്ട് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഒരു തേങ്ങ മുഴുവൻ ചിരകി വന്ന് ഒരു സ്റ്റീലിൻ്റെ മൂടി എടുത്ത് അതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ കട്ടിയിൽ വെക്കാം. എന്നിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അടയാളം വെക്കാം. ഇങ്ങനെ അടയാളം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കത് ഫ്രീസറിൽ വെക്കുമ്പോൾ തമ്മിൽ ഒട്ടിപ്പോകാതെ ഓരോ പീസായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ഈ സ്റ്റീൽ മൂടിയോടുകൂടി നമുക്ക് ഫ്രീസറിൽ 1/4 മണിക്കൂർ വെക്കുക. എന്നിട്ടൊന്ന് എടുക്കണം. നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് അത് എടുത്തിട്ട് നമുക്ക് പീസാക്കിയത് നമുക്ക് ഒന്നും കൂടി അടയാളം വെച്ച് പാത്രത്തിലേക്ക് ആക്കാം. കണ്ടോ, ഇപ്പോൾ തന്നെ ഓരോ പീസായിട്ട് കിട്ടി. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ മൊത്തത്തിൽ എടുക്കാൻ വേണ്ടി നമുക്കൊരു ചട്ടുകം കൊണ്ട് അത് തിരിച്ചിടാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്കതിന് ഫ്രീസറിൽ വെക്കാം. ഇതിനി നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ തമ്മിലൊന്നും ഒട്ടാതെ നമുക്ക് കിട്ടും. അത് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിൽ ഞാൻ എടുത്ത് കൊണ്ടുവന്നു. നമുക്ക് എടുക്കാൻ കണ്ടോ, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓരോ പീസായിട്ട് എടുക്കാം. ഇന്ന് 2-3 പീസാണ് എനിക്ക് ആവശ്യം. ആ 2-3 പീസ് മാത്രം എടുത്താൽ മതി. നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് കേടായി പോവില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഫ്രീസറിൽ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. നല്ലൊരു ടിപ്സ് അല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പ് കാണാം. നമ്മൾ 2 ക്ലിപ്പും ഒരു സെല്ലോ ടേപ്പിൻ്റെ ഇതും വെച്ചിട്ട് മൊബൈൽ സ്റ്റാൻഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമുക്ക് ട്രൈപോഡ് വീട്ടിലില്ലെങ്കിലും നമ്മൾ 2 ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൊബൈൽ സ്റ്റാൻഡ് പോലെ ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ എളുപ്പമാണ്. ഞാൻ എറണാകുളത്തെ വീട്ടിൽ പോയപ്പോൾ പെട്ടെന്ന് ട്രൈപോഡ് കൊണ്ടുപോകാൻ മറന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് വീഡിയോ എടുത്തത്. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഞാനൊരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫോക്കസ് ചെയ്ത് നോക്കിയപ്പോൾ റെഡി ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ എന്ന് തോന്നി. അതുകൊണ്ട് നിങ്ങളെയും കൂടി കാണിച്ചതാണ്. ഇതാ ഞാനിപ്പം വെച്ചിട്ട് ഫോക്കസ് ചെയ്ത് നോക്കി വീഡിയോ ഓൺ ചെയ്തു. കണ്ടോ, കറക്റ്റായിട്ട് ഞാൻ പാത്രം വെച്ചിരിക്കുകയാണ് സ്റ്റൗവിൻ്റെ മുകളിൽ. അത് കറക്റ്റായിട്ട് കണ്ടു. നമ്മൾ കൈ കൊണ്ട് ഇളക്കുന്നതും ഒക്കെ നമുക്ക് കിട്ടും. നമ്മൾ ആ പാത്രവും ഫോണും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് വേണേൽ അങ്ങോട്ട്, ഇങ്ങോട്ട് വേണേൽ ഇങ്ങോട്ട്. ഇനി നേരെ കുത്തനെ മൊബൈൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാൻ യൂസ് ചെയ്തത് സെല്ലോ ടാപ്പിൻ്റെ റൗണ്ടിലേക്ക് മൊബൈൽ ഇറക്കി വെച്ചിട്ടാണ്. ഞാൻ വീഡിയോ ഓൺ ചെയ്ത് നോക്കി. നന്നായിട്ട് ഫോക്കസ് ആവുന്നുണ്ട്. പാത്രമൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. ഇനി മൊബൈൽ സ്റ്റാൻഡ് ഇല്ലെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാൻ എളുപ്പമാണ്. ഇനി അടുത്ത ടിപ്പ് നോക്കാം. നമ്മളുടെ സ്റ്റൗ ഭയങ്കര വൃത്തികേടായിട്ടുണ്ടെങ്കിൽ, എണ്ണമയൊക്കെ കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു ഐഡിയ ആണ് കേട്ടോ അത്. എൻ്റെ അടുത്ത് യൂസ് ചെയ്യാത്ത കുറച്ച് ടാൽക്കം പൗഡർ ഉണ്ട്. അതുകൊണ്ട് സ്റ്റൗ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം. പിന്നെ പൗഡർ കൊണ്ട് ക്ലീൻ ചെയ്താൽ ഉറുമ്പ് ശല്യം കുറയും കേട്ടോ. ഇതിൽ പാല് ചായയൊക്കെ തിളച്ച് പറഞ്ഞ് കുറച്ചധികം വൃത്തികേടുണ്ട്. നമ്മൾ വെള്ളവും സോപ്പൊന്നും ഇല്ലാണ്ട് പൗഡർ കൊണ്ട് ക്ലീൻ ചെയ്ത് കാണാം. പൗഡർ ശ്രദ്ധിച്ചിട്ടിടണം. ഗ്യാസ് വരുന്ന ഹോളൊന്നും അടഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് കൈൻ്റെ വിരലുകൊണ്ട് അതെല്ലാം ഒന്ന് ഫുള്ള് അതിലേക്കാക്കി നമുക്ക് അപ്പം അങ്ങനെ ഉരച്ചാൽ തന്നെ കുറേ അഴുക്ക് മാറി കിട്ടും കേട്ടോ. പിന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കൂടുതൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ വെള്ളമോ സോപ്പോ ഒന്നും ഉപയോഗിച്ചില്ല. വെറും പൗഡർ കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൗ നീറ്റായിട്ട് കിട്ടും. പിന്നെ നോൺ വെജൊക്കെ വെച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട സ്മെല്ലും മാറി കിട്ടും കേട്ടോ. നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അടിപൊളിയാണ്. നമ്മുടെ കിച്ചണിൽ ഉറുമ്പ് ഇങ്ങനെ ലൈനായിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് നോക്കൂ. അപ്പോൾ ഉറുമ്പ് അപ്പം തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് എല്ലാം ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് നല്ല തുണി വെച്ച് നമുക്ക് തുടച്ചെടുക്കണം കേട്ടോ. തുണി നനച്ചുകൊണ്ടൊന്ന് പിഴിഞ്ഞ് തുടക്കുകയാണ്. വേറെ ലിക്വിഡൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് തന്നെ നമ്മളുടെ സ്റ്റൗ നല്ല നീറ്റാവും. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. വൃത്തികെട്ട ഒരു സ്മെല്ല് മാറിക്കിട്ടും കിച്ചണിൽ. വെറും പൗഡർ കൊണ്ട് നമ്മളുടെ സ്റ്റൗ ക്ലീനായി. വേറെ സോപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇങ്ങനെ ചെയ്താലും നമ്മളുടെ സ്റ്റൗ നല്ല നീറ്റാവും. പിന്നെ ഉറുമ്പൊന്നും വരില്ല. പൗഡറിൻ്റെ സ്മെല്ലൊക്കെ അതിന് ചുറ്റും ഉണ്ടാകുമ്പോഴും ഉറുമ്പ് സ്റ്റൗവിൻ്റെ അടുത്തൊന്നും കയറില്ല. സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്ത ശേഷം കത്തിച്ച് നോക്കി ഫ്ലെയിം എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന്. കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഫുൾക്ക ചപ്പാത്തി ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ. ഞാൻ കുഴച്ച് പരത്തി കടായിമിലേക്ക് ഇട്ടു. നല്ല ചൂടിലുള്ള കടായിലാണ് ഇട്ട്. 2 ഭാഗവും കുമിള് വരുന്ന
വിധത്തിലാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഫുള്ളിൽ വെച്ചിട്ട് അതിൽ മേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കടായും ചട്ടുകവും മാത്രം ഉപയോഗിച്ച് ഞാൻ പുൽക്ക റെഡിയാക്കുന്നത്. കണ്ടോ, അടിപൊളിയായിട്ട് പുൽക്ക വരും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മിനീസ് അടുക്കള സബിയ താരം കൊണ്ട് സബിയ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, വീണ്ടും കാണാം.